നബിയുടെ ജീവിതകാലത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നതിന്റെ മുമ്പ് പോലും മറ്റമ്പിയാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്നതിന്റെ മുമ്പ്, ജീവിതകാലത്ത്, ജീവിതശേഷവും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഈ ഹബീബ് മരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബുർദയിലെ വരികളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആവശ്യം വന്നെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വിശദീകരിക്കാം. ഹബീബ് മരിച്ചു എന്നുള്ള പ്രയോഗം, ഞാൻ പറയുന്ന ഹബീബ് വഫാത്തായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം അതൊരിക്കലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ക്ലിപ്സുകളുടെ ലോകമായതുകൊണ്ട് ദുരുപയോഗം ചെയ്താൽ ഹബീബ് വഫാത്തായിട്ടില്ലെന്ന് വരെ ഇവർ പറയുന്നു എന്ന് പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് ഹബീബ് വഫാത്തായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം തൽക്കാലം അങ്ങ് മാറി നിന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണടിഞ്ഞു, മണ്ണായിപ്പോയി, ദ്രവിച്ചുപോയി എന്നൊക്കെ വിശ്വസിക്കുന്നത് തൽക്കാലം സുന്നികളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വിഷയമാണ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരു തത്വമാണത്. വിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞതാണ്, സംശയിക്കണ്ട, ഉറപ്പിച്ചു വെച്ചോ. അന്ന ഫീകും റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകളോട് മാത്രമല്ല ഇത് പറഞ്ഞത്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു അഭിസംബോധനം ചെയ്യുന്നത് മുഴുവനും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന പരാമർശങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ 5-6 തരത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് ഈ വിഷയം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കണം, അതിൽ സംശയമുണ്ടാകാൻ പാടില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുകൊണ്ടാണ് മഹാന്മാര് പൊട്ടിക്കരഞ്ഞത്, ഹബീബിനെ ഓർക്കുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞത്. ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവർക്ക് ഹബീബിന്റെ പരിമളം ലഭിച്ചത്. ആ ബൈത്തൊക്കെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന വരികൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കും. കാരണം അവർക്ക് ആ വാസന ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കാണാനുള്ള കഴിവുണ്ടായിരുന്നു, അവർക്കത് കേൾക്കാനുള്ള, അവർക്ക് കാണാനുള്ള കണ്ണും ആ വാസന അനുഭവിക്കാനുള്ള കഴിവും കേൾക്കാനുള്ള ചെവിയും ആ മഹാന്മാർക്കുണ്ടായിരുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അതില്ലാത്ത നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരമദിനം അത് നിങ്ങൾ ഒരിക്കലും ആചരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി, ഇതൊരു മഹാഭാഗ്യമാണ്. ഇതോർക്കുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആചരിക്കാൻ മുസ്ലിമീങ്ങളില്ല. അങ്ങനെയല്ല മുസ്ലിമീങ്ങളുടെ ശൈലി. ഇത് വിശദീകരിച്ചുകൊണ്ടൊരു പണ്ഡിതൻ പറയുന്നത് കാണാം, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മീയ സാന്നിധ്യം അനുഭവിക്കണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി നമുക്ക് ജീവിച്ചു മരിക്കാൻ കഴിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഏതാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എന്തു ചെയ്തു? അവരുടെ രചനാ പാഠവങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നതില്, ഗദ്യമായും പദ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നതില് അവരുടെ രചനാ പാഠവം അവർ ചിലവഴിച്ചു എന്ന് കാണാൻ